അങ്ങനെ SRH പാറ്റ് കമ്മിൻസിന് പകരം ഇഷാൻ കിഷനെ ക്യാപ്റ്റനായിട്ട് അനൗൺസ് ചെയ്തതോടുകൂടി നമുക്ക് ഈ IPL മൊത്തം 10 ടീമിനും 10 ഇന്ത്യൻ ക്യാപ്റ്റൻ എന്നൊരു പ്രത്യേകത കൂടി വന്നിരിക്കുകയാണ്. അപ്പം നമുക്കെന്തായാലും കഴിഞ്ഞ ഒരു IPL മുതൽ അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് അവർ കളിച്ചിട്ട് T20 വെച്ചിട്ട് നമുക്ക് ഈ ക്യാപ്റ്റന്മാരെ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം. അപ്പം ആദ്യമായിട്ട് തന്നെ നമുക്കറിയാം നമ്മുടെ RCBയുടെ അതായത് ഡിഫെൻഡിങ് ടീമിൻ്റെ ക്യാപ്റ്റൻ രജത് പട്ടീദാർ. അപ്പോൾ പുള്ളി എനിക്ക് തോന്നുന്നു കഴിഞ്ഞ IPL-ന് ശേഷം പുള്ളിക്ക് കുറച്ച് ഇഞ്ചുറീസൊക്കെ വന്നു. അത് കഴിഞ്ഞ് സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിയിൽ തന്നെ പുള്ളിക്ക് അത്രയധികം റൺസ് ഒന്നും സ്കോർ ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഫിറ്റായിട്ടൊരു സീസണിലേക്കാണ് പുള്ളി ഇപ്പോൾ തിരിച്ചു വരുന്നത്. അപ്പം എനിക്ക് പ്രത്യേകിച്ച് പുള്ളിയെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ പുള്ളി എന്തായാലും ഒരു 4th പൊസിഷനിലൊക്കെ ആയിരിക്കും ബാറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പം ടോപ്പ് ഓർഡറിൽ കോഹ്ലിയും സോൾട്ടും ഒക്കെ നല്ലൊരു ഇന്നിങ്സ് കളിച്ചു കഴിഞ്ഞാൽ പുറകെ വരുന്ന രജത് പാട്ടിദാറിനൊക്കെ അവസരം മുതലാക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനാണ് പുള്ളി വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്കറിയാം പുള്ളി അത്രയും ഒരു എക്സ്പ്ലോസീവ് ആയിട്ടുള്ളൊരു ബാറ്റ്സ്മാൻ അല്ല. പിന്നെ സ്പിന്നിനെ പുള്ളി നന്നായിട്ട് കളിക്കും. അപ്പം അങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ സീസണിൽ പുള്ളിക്കൊരു എന്താ പറയുക ഒരു പ്ലെയർ എന്ന രീതിയിൽ ഒരു നോർമൽ അല്ലെങ്കിൽ നോർമലായിട്ട് പോകുന്നൊരു സീസൺ ആയിരിക്കുമെന്നാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. പിന്നെ അടുത്ത് നമ്മുടെ പഞ്ചാബിൻ്റെ ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർ. അപ്പം പുള്ളിയെ പറ്റി നമുക്കൊന്നും പറയേണ്ട കാര്യമില്ല. പുള്ളി ഏത് സിറ്റുവേഷനിൽ ഏത് ടീമിന് കളിച്ചു കഴിഞ്ഞാലും നല്ലൊരു 100% കൊടുക്കുന്ന ഒരു കളിക്കാരനാണ്. അപ്പം ക്യാപ്റ്റൻസി ആണെങ്കിലും ലാസ്റ്റ് ഇയറിൽ നമ്മൾ കണ്ടതാണ് പുള്ളി പഞ്ചാബിനെ ഫൈനലിൽ വരെ എത്തിച്ചു. പിന്നെ കുറേ നിർണായക കളികളിൽ പുള്ളി എന്താ പറയുക നല്ല സ്ട്രൈക്ക് റേറ്റ് തന്നെ നന്നായിട്ട് സ്കോർ ചെയ്തു. അപ്പം അങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പുള്ളിക്കൊരു ഇന്ത്യൻ ടീമിലേക്ക് തിരിച്ചു വരണമെന്നുണ്ടെങ്കിൽ വളരെ മികച്ച പ്രകടനം നടത്തി കഴിഞ്ഞാൽ ഇന്ത്യൻ T20 സെറ്റപ്പിലേക്ക് പുള്ളിയെ കൺസിഡർ പോലും ചെയ്തു. കാരണം അതുപോലെ സ്ട്രോങ് ടീമാണ് ഇപ്പോൾ ഇന്ത്യക്കുള്ളത്. അപ്പം അങ്ങനെ സീസണുകളെ മുൻകൂട്ടി കണ്ടുകൊണ്ട് എനിക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രേയസ് അയ്യറിന് വളരെ മികച്ചൊരു സീസണായിരിക്കും വരാൻ പോകുന്നത്. വേണേൽ ചിലപ്പോൾ പുള്ളി ടീമിനെ വീണ്ടും ഫൈനലിൽ എത്തിക്കാനുള്ള എല്ലാ ചാൻസും ഞാനിവിടെ കാണുന്നുണ്ട്. അടുത്തത് നമ്മുടെ മിന്നും ഫോമിൽ നിൽക്കുന്ന SRHൻ്റെ ക്യാപ്റ്റൻ ഇഷാൻ കിഷൻ. അപ്പം ഇഷാൻ കിഷനെ പറ്റി പറയുവാണെങ്കിൽ വളരെ നാൾ പുള്ളി T20 സെറ്റപ്പ് അല്ലെങ്കിൽ ഇന്ത്യൻ ടീമിൻ്റെ ഒരു റഡാറിന് പുറത്ത് നിന്നിട്ട് പുള്ളി വമ്പൻ തിരിച്ചടവാണ് കാഴ്ചവെച്ചത്. അപ്പം സഞ്ജുവിന് പകരം ഓപ്പണിങ്ങിലേക്ക് തിരിച്ചു വന്ന് ന്യൂസിലൻഡ് പരമ്പരയിൽ സഞ്ജുവിൻ്റെ കൂടെ 1 ഡൗൺ ആയിട്ടും പിന്നെ സഞ്ജു ഔട്ട് ഓഫ് ഫോം ആയപ്പം ഓപ്പണിങ്ങിലേക്കും തിരിച്ചെത്തിയ ഇഷാൻ കിഷൻ കൺസിസ്റ്റൻ്റ് ആയിട്ട് തന്നെ ആ ഒരു പരമ്പരയിലും വേൾഡ് കപ്പിലും ഓൾമോസ്റ്റ് കൺസിസ്റ്റൻ്റ് ആയിട്ട് തന്നെ പുള്ളി ബാറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ആ ഒരു ഫോമോട് കൂടിയാണ് പുള്ളി ഇപ്പം IPL-ലേക്ക് വരുന്നത്. അപ്പം അങ്ങനെ നോക്കുമ്പോഴത്തേന് ഹൈദരാബാദിൻ്റെ ഹോം ഗെയിം കളിക്കുന്ന ഒരു പിച്ചും ഗ്രൗണ്ടെല്ലാം കൺസിഡർ ചെയ്യുമ്പോഴത്തേന് പുള്ളിക്ക് അനുകൂലമായിട്ടൊരു സീസൺ തന്നെയായിരിക്കും വരാൻ പോകുന്നത്. അപ്പം അടുത്തതായിട്ട് നമുക്ക് നോക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാർദിക് പാണ്ഡ്യ, നമ്മുടെ മുംബൈ ഇന്ത്യൻസിൻ്റെ ക്യാപ്റ്റൻ. അപ്പം പുള്ളി ഇപ്പോൾ എവിടെ തൊട്ട് കഴിഞ്ഞാലും എന്താ പറയുന്നത് ഒരു ഗോൾഡൻ ടച്ചിൽ നിൽക്കുന്ന ഒരു ഫോമിലേക്കാണ് പുള്ളി ഇന്ത്യൻ ടീമിൽ നിന്ന് ഇപ്പം IPL കളിക്കാനായിട്ട് വരുന്നത്. അപ്പം വേൾഡ് കപ്പിലെ കുറേ മാച്ചസിൽ 2 മാച്ചസ് കണ്ട് പുള്ളി പ്ലെയർ ഓഫ് ദ മാച്ച് വരെ ആകുന്ന പെർഫോമൻസ്. അപ്പം ഒന്നെങ്കിൽ പുള്ളി ബോൾ വെച്ചിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യും, അല്ലെങ്കിൽ ഒരു ബാറ്റ്സ്മാൻ എന്ന നിലയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യും. അപ്പോൾ ഒരു ഓൾറൗണ്ടർ ആയതുകൊണ്ട് തന്നെ പുള്ളിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ്. പിന്നെ വാങ്കഡെ പോലൊരു പിച്ചിൽ പുള്ളിയുടെ ഒരു പ്ലേയിങ് സ്റ്റൈൽ നന്നായിട്ട് തന്നെ സ്യൂട്ട് ആവും. അപ്പം ഒരു ക്യാപ്റ്റൻ എന്ന നിലയിൽ അത്രയ്ക്ക് നല്ലൊരു പെർഫോമൻസ് നമുക്ക് കാണാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഒരു പ്ലെയർ എന്ന നിലയിൽ നല്ലൊരു പെർഫോമൻസ് തന്നെയായിരിക്കും പുള്ളി കാഴ്ചവെക്കാൻ പോകുന്നത്. പിന്നെ അടുത്തതായിട്ട് നമുക്ക് നോക്കാം ശുഭ്മാൻ ഗിൽ, ഗുജറാത്ത് ടൈറ്റൻസിൻ്റെ ക്യാപ്റ്റൻ. അപ്പം പുള്ളി ഒത്തിരി നാളായിട്ട് ഇന്ത്യൻ T20 സെറ്റപ്പിൻ്റെ ഭാഗമായിരുന്നു. അപ്പം സഞ്ജുവിന് പകരം പുള്ളിയെ ഓപ്പണറായിട്ട് കൊണ്ടുവന്നു, വൈസ് ക്യാപ്റ്റനാക്കി. പക്ഷേ നമുക്കെല്ലാം അറിയാം പുള്ളി ഒരു 1 ഡേ അല്ലെങ്കിൽ ഒരു ടെസ്റ്റ് ടൈപ്പ് ഒരു പ്ലെയറാണ് ഇൻ്റർനാഷണൽ ലെവലിൽ വരുമ്പോൾ. പക്ഷേ IPL-ൽ പുള്ളി റെക്കോർഡ് നോക്കി കഴിഞ്ഞാൽ പുള്ളി നല്ല മികച്ച സ്ട്രൈക്ക് റേറ്റോട് കൂടിയാണ് ഇതിന് മുന്നുള്ള കളികളിലൊക്കെ പുള്ളി കളിച്ചിരിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് പുള്ളി ഇന്ത്യൻ ടീമിലേക്ക് സെലക്ട് ആയിരുന്നത്. പക്ഷേ എന്തുകൊണ്ടോ ഇന്ത്യൻ ടീമിൽ വന്നപ്പം പുള്ളിക്ക് പവർ പ്ലേ മുതലാക്കാനോ അല്ലെങ്കിൽ എന്താ പറയുന്നത് പുള്ളിയുടെ വിക്കറ്റ് നോക്കി കളിക്കുന്ന ഒരു മനോഭാവം വിട്ടിട്ട് പുള്ളിക്ക് ഫ്രീ ആയിട്ട് കളിക്കാൻ ഇന്നിങ്സ് കളിക്കാൻ സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ അടുപ്പിച്ച് നല്ലൊരു ഫോമിലായിരുന്നില്ല പുള്ളി. അപ്പം പുള്ളിക്കും ഇതുപോലെ തന്നെ ഇന്ത്യൻ ടീമിലേക്ക് തിരിച്ചു വരണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സീസൺ നിർണായകമായിട്ട് തന്നെ ഇരിക്കും. പിന്നെ ഉള്ളത് അക്ഷർ പട്ടേൽ നമുക്കറിയാം ഓൾറൗണ്ടറാണ്. അപ്പം കഴിഞ്ഞ സീസണിലാണെങ്കിലൊക്കെ പുള്ളി വളരെ മികച്ച പ്രകടനമാണ് നടത്തിയത്. അപ്പം പവർ പ്ലേയിൽ ബോൾ ചെയ്യേണ്ട ഒരു സാഹചര്യത്തിൽ പോലും പുള്ളി ബോൾ ചെയ്യുകയുണ്ടായി. അപ്പോൾ ഇന്ത്യൻ ടീമിൻ്റെ കൂടെ ആയിരുന്നെങ്കിൽ ഇപ്പോഴും പുള്ളി അതേ ഒരു സ്റ്റൈലിലാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം DC-യിലേക്ക് വരുമ്പോഴത്തേന് പുള്ളിക്ക് കൂടുതൽ കളിക്കാനായിട്ട് അല്ലെങ്കിൽ ഓർഡറിൽ ബാറ്റിംഗ് ഓർഡറിൽ പ്രൊമോട്ട് ചെയ്ത് കളിക്കാൻ അവസരം കൂടി ലഭിക്കുമെന്നാണ് കരുതുന്നത്. അപ്പം പുള്ളിക്കും ഈ ഒരു എന്താ പറയുന്നത് ഈ ഒരു സീസൺ വളരെ മികച്ച രീതിയിൽ കളിച്ചേ പറ്റുള്ളൂ. കാരണം പുള്ളിക്ക് പകരം വാഷിംഗ്ടൺ സുന്ദർ ഇടയ്ക്ക് വേൾഡ് കപ്പിൽ കയറി വന്ന് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പം വാഷിംഗ്ടൺ സുന്ദർ നല്ല ഫോമിൽ തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഇനിയുള്ള മുന്നോട്ടുള്ള ഇന്ത്യൻ ടീമിൻ്റെ സെറ്റപ്പിലേക്ക് ഇവർ രണ്ടുപേരും തമ്മിലായിരിക്കും ഒരു സ്പോർട്ടിന് വേണ്ടിയിട്ട് ഒരു മത്സരം ഉണ്ടാവുക. അപ്പം അതുകൊണ്ട് തന്നെ അക്ഷർ പട്ടേലിന് ഈ ഒരു സീസണിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കേണ്ടത് അനിവാര്യമാണ്. പിന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഋഷഭ് പന്ത്
വളരെ നാളായിട്ട് ഇന്ത്യൻ T20 സെറ്റപ്പിന് പുറത്ത് നിൽക്കുന്ന ഒരു ബാറ്റ്സ്മാൻ. അപ്പം പുള്ളിയുടെ കരിയറിലെ ഒരു മികച്ച ഫോമിൽ കൂടെ ഒന്നുമല്ല പുള്ളി പോയിക്കൊണ്ടിരിക്കുന്നത്. പുള്ളി ഇതുപോലെ തന്നെ ആക്സിഡന്റിന് ശേഷം പൂർണ്ണമായിട്ട് ഫിറ്റ്നസ് വീണ്ടെടുത്തതായിട്ട് നമുക്ക് കാണാനും സാധിക്കുന്നില്ല. ടെസ്റ്റിലും വൺഡേയിലും പുള്ളി നല്ല പ്രകടനമാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. എന്നിരുന്നാലും ഗംഭീർ വന്നു കഴിഞ്ഞാൽ പിന്നെ വൺഡേയിലും പുള്ളി ഒരു ബാക്കപ്പ് കീപ്പറായിട്ട് മാറി. ആകെ ടെസ്റ്റിലാണ് പുള്ളി ഒരു സ്ഥിരം ആയിട്ട് കളിക്കുന്ന നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ലാസ്റ്റ് IPL സീസൺ ആയിരുന്നെങ്കിലും പുള്ളി ഒരു നിരാശാജനകമായിട്ടുള്ള പ്രകടനമാണ് കാഴ്ചവെച്ചത്. ഒരു ലാസ്റ്റ് കളിയിലെ 100 വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്ക് അധികം കോൺട്രിബ്യൂഷൻ ഒന്നും പുള്ളിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല. അപ്പോൾ ഈ ഒരു സീസണിൽ കൂടി നന്നായിട്ട് കളിച്ചില്ല എന്നുണ്ടെങ്കിൽ ലക്നൌവിലെ പുള്ളിയുടെ സ്ഥാനം തന്നെ അപകടത്തിലേക്ക് പോകുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ പുള്ളിയുടെ കരിയറിലെ ഒരു ക്രൂഷ്യൽ മൊമെന്റിലാണ് ഈ ഒരു IPL. എന്തായാലും നമുക്ക് പുള്ളിയുടെ പ്രകടനം കാത്തിരുന്ന് കണ്ടുവരും. പുള്ളി ആ ഒരു ചാൻസ് എങ്ങനെ എടുക്കും എന്നുള്ളത് കാണാനായിട്ട്. പിന്നെ ഉള്ളത് അജിങ്ക്യ രഹാനെ. അപ്പം T20 സെറ്റപ്പിലേക്ക് പുള്ളിക്ക് ഇനി ഒരു തിരിച്ചുവരവ് പുള്ളിയുടെ പ്രായവും പുള്ളിയുടെ ഫോമും ഇല്ലാണ്ട് കണക്ക് വെച്ച് നമുക്ക് ആലോചിക്കാൻ കൂടി പറ്റത്തില്ല. ഒന്നാമത് പുള്ളി ഒരു നോർമൽ സ്ട്രൈക്ക് റേറ്റിൽ ബാറ്റ് ചെയ്യുന്ന ഒരു ബാറ്റ്സ്മാനാണ്. അപ്പം പുള്ളിയുടെ നന്നായിട്ടുള്ള പ്രകടനങ്ങൾ വന്നിട്ടുണ്ട്. എന്നിരുന്നു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു ജനറേഷൻ്റെ ഒരു സ്ട്രൈക്ക് റേറ്റുമായിട്ട് പുള്ളിയുടെ സ്ട്രൈക്ക് റേറ്റ് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ടെക്നിക്കലി സൗണ്ട് ആയിട്ടുള്ള വളരെ മികച്ച ഒരു ബാറ്റ്സ്മാനാണ്. അതുകൊണ്ട് തന്നെ കൊൽക്കത്തയ്ക്ക് ഒരു മുതൽക്കൂട്ടായിട്ടുള്ള ഒരു പ്ലെയർ കൂടിയാണ്. എന്തായാലും പുള്ളിയുടെ ഒരു എന്താ പറയുന്നത് ഏറ്റവും പ്രായം കൂടിയ ഒരു ക്യാപ്റ്റൻ കൂടിയാണ് അദ്ദേഹം ഈ ഒരു സീസണിലെ. എന്തായാലും നമുക്ക് ഒരു പ്ലെയർ എന്ന നിലയിലുള്ള പുള്ളിയുടെ പ്രകടനത്തിനായിട്ട് കാത്തിരിക്കേണ്ടി വരും. പിന്നെ ഉള്ളത് റിയാൻ പരാഗ്. റിയാൻ പരാഗ് ആണെങ്കിലും സഞ്ജുവിന് പകരം രാജസ്ഥാൻ്റെ ക്യാപ്റ്റനായിട്ട് ഈ സീസണിൽ ഏറ്റെടുത്ത ഒരാളാണ്. അപ്പം റിയാൻ പരാഗിൻ്റെ ഫോമും അത്ര മികച്ചൊരു ഫോമായിരുന്നില്ല ലാസ്റ്റ് IPL കഴിഞ്ഞിട്ട്. സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിയിലായിരുന്നെങ്കിൽ കൂടി പുള്ളിക്ക് എനിക്ക് തോന്നുന്നത് ഒരു ഇന്നിങ്സിൽ പോലും 15-ന്റെ 20-നും പൊക്കത്തിലേക്ക് ഒരു റണ്ണ് സ്കോർ ചെയ്യാനായിട്ട് സാധിച്ചിരുന്നില്ല. അപ്പോൾ അതുപോലൊരു മോശം ഫോമിൽ കൂടിയാണ് പുള്ളിയും പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ക്യാപ്റ്റൻസിയുടെ ഒരു പ്രഷർ കൂടി വന്നു കഴിഞ്ഞാൽ എങ്ങനെ അതിനോട് റിയാക്ട് ചെയ്യുക എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും. പിന്നെ ഇനി പറയാനായിട്ട് അപ്പോൾ നമ്മളെല്ലാ ക്യാപ്റ്റന്മാരെയും കവർ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് എനിക്ക് ബെസ്റ്റായിട്ട് ഫീൽ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെന്നൈയുടെ ഋതുരാജ് ഗെയ്ക്വാദിൻ്റെ കാര്യം പറഞ്ഞില്ല. അപ്പോൾ ഋതുരാജ് ആണെങ്കിലും വൺ ഡേ സെറ്റപ്പിൻ്റെ ഭാഗമായിരുന്ന സമയത്ത് നല്ലൊരു പ്രകടനമാണ് പുള്ളി കാഴ്ചവെച്ചത്. പിന്നെ T20യിലേക്ക് ഈ അടുത്തൊന്നും പുള്ളി ഒരു T20 സെറ്റപ്പിൻ്റെ ഭാഗമായിരുന്നില്ല. അപ്പം എന്താ പറയുന്നത് നമ്മുടെ ഓൾറെഡി ഇന്ത്യൻ T20 സെറ്റപ്പിൽ എല്ലാവരും നല്ലൊരു സെറ്റ് ടീമിനെയാണ് ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് പുള്ളിക്ക് എത്രത്തോളം ഇമ്പാക്റ്റ് ഉണ്ടാക്കി തിരിച്ചു വരാൻ പറ്റും എന്നുള്ളത് സംശയാതീതമാണ്. അപ്പം മെയിനായിട്ടും ഈ ഒരു സീസൺ ഈ ഒരു ക്യാപ്റ്റന്മാരെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ശ്രേയസ് അയ്യറിനും പിന്നെ അക്ഷർ പട്ടേൽ, ഋഷഭ് പന്ത് ഇവർക്കൊക്കെ വളരെ നിർണായകമായൊരു സീസണാണ് ഈ വരാൻ പോകുന്നത്. അപ്പോൾ ഇവരൊക്കെ വളരെ അത്ഭുതകരമായൊരു പ്രകടനം കാഴ്ചവെച്ചാൽ മാത്രമേ ഇനിയൊരു ഇൻ്റർനാഷണൽ അല്ലെങ്കിൽ T20 സെറ്റപ്പിൽ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇത്തവണ കപ്പ് നേടാനായിട്ട് ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത് CSK തന്നെയാണ്. കാരണം CSKയുടെ ഒരു ബാറ്റിംഗ് യൂണിറ്റ് വളരെ ബാലൻസ്ഡ് ആണ്. അവർക്ക് ഏറ്റവും ടെൻഷൻ ആകാനുള്ളത് അവരുടെ ഒരു ബോളിംഗ് സൈഡിനെ പറ്റി മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ഒരു ബോളിംഗ് സൈഡും കൂടെ പ്രതീക്ഷിക്കത്ത് ഉയർന്നു കഴിഞ്ഞാൽ ഈ ഒരു സീസണിൽ ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് ഇത്തവണ ഇറങ്ങാൻ പോകുന്നത് CSK തന്നെയായിരിക്കും. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. IPL തുടങ്ങാൻ ഇനി അധികം ദിവസങ്ങളില്ല. കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും വരാം.